ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പിഴല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ എടുത്ത വീഡിയോയാണ്. വളരെ ശാന്തവും സുന്ദരവുമായ ഒരു സ്ഥലമാണ്. നമ്മുടെ കടമക്കുടിയിലെ ഒരു അതേ വൈബാണ്. ഇവിടെ ഞങ്ങൾക്ക് കയാക്കിങ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അധികം ദൂരമൊന്നും കയാക്കിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് സന്ധ്യ കഴിയാറായിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഇരുട്ടിക്കഴിഞ്ഞാൽ കയാക്കിങ് എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെയുള്ളത് നെല്ല് വിതച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തെല്ലാം. അപ്പോൾ നെല്ല് വിതച്ചത് കൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കയാക്കിങ് അനുവദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ കയാക്കിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നേരം ഇരുട്ടി. രാത്രിയായപ്പോൾ നല്ലൊരു വൈബായിരുന്നു. ഇതുപോലെ അവർ ലൈറ്റൊക്കെ ഇട്ട് ആ പാലവും പരിസരമൊക്കെ നല്ല വർണ്ണശോഭയിൽ ആക്കി. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു, മഴക്കോളായിരുന്നു. ഇപ്പം മഴ തുടങ്ങിയിട്ടില്ല. നല്ല തണുപ്പും പിന്നെ അവിടെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ചെറിയ ചെറിയ ഹോട്ടലുകൾ പോലെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് രാത്രി ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. കൂടുതലും ചെമ്മീനാണ് ഇവരുടെ ഒരു മെയിൻ ഐറ്റം. എന്ന് വെച്ചാൽ അവിടെ ചെമ്മീൻ കെട്ട് ഒത്തിരിയുണ്ട്. ആ ചെമ്മീൻ കെട്ടിലൂടെയാണ് നമ്മൾ കയാക്കിങ്ങും ചെയ്തത്. അതിൻ്റെ ഒരു ദിക്കിലായിട്ടാണ് നെൽകൃഷിയും ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ചെമ്മീൻ, പിന്നെ ഞണ്ട്, ഇവയൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് അവർ പാകം ചെയ്ത് തരും. സ്ഥിരം അവിടെ ഈ ഐറ്റംസ് എല്ലാം പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ കടയിൽ നിന്ന് ആദ്യം ചെമ്മീൻ്റെ കട്ട്ലറ്റാണ് കഴിച്ചത്. ഇത് ഞാൻ വേറെ എങ്ങും കഴിച്ചിട്ടില്ല, ഇവിടെ മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ചേട്ടനും പറഞ്ഞത് ഇത് അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ചെമ്മീൻ കൊണ്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റായിരുന്നു, അവിടെ തന്നെ പാകം ചെയ്തതാണ്. ഇതുകൂടാതെ ചപ്പാത്തി, പിന്നെ ബീഫ് കറി, പിന്നെ അതുകൂടാതെ ചെമ്മീൻ റോസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ല കനത്ത ബോളിംഗ് ആയിരുന്നു. ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഫൈനലി അവിടുത്തെ ചേട്ടൻ വേറൊരു താരം കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഞണ്ട് റോസ്റ്റ് കൊണ്ടുവരുന്നത്. ഇതാണ് ചേട്ടൻ പറഞ്ഞ ആ താരം. ഈ ഞണ്ടെല്ലാം അവർ ഫ്രഷായിട്ട് അവിടെ നിന്ന് തന്നെ പിടിക്കുന്ന ഞണ്ടാണ്. ഇത് കടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഞണ്ടല്ല, ഈ കായലോരങ്ങളിലേക്ക് നിന്ന് കിട്ടുന്ന ഞണ്ടാണ്. ആദ്യം എനിക്ക് ഈ ഞണ്ട് ഇതുപോലെ പിച്ചി പറിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഞണ്ട് തിന്നാനുള്ള ആക്രാന്തം കൊണ്ടാണോ എന്തോ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാവകാശം ഞാൻ ഇതിനെ ഒന്ന് ഇരുത്തി പഠിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ ടെക്നിക്ക് പിടികിട്ടി. അങ്ങനെ ഞണ്ടിൻ്റെ ഇറച്ചി ഫുള്ള് എനിക്ക് എടുക്കാൻ പറ്റി. നല്ല സോഫ്റ്റും ജ്യൂസിയും ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ സാവകാശം അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അത് നല്ല ശക്തമായിട്ട് പെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ആ നേരം കൊണ്ട് നമ്മൾ പിന്നെ ഓരോ ലൈം ടീയും കുടിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും സമയം കിട്ടുമ്പോഴത്തേക്കും ഈ ഒരു പിഴല ഭാഗത്തോട്ടോ കടമക്കുടി ഭാഗത്തോട്ടോ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പ്ലസൻറ്റ് ഫീലായിരിക്കും. സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അവിടെ നിന്ന് കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ തന്നെ ചില്ല് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് പഴയ ലൈഫിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ബൈ ബൈ.